ലോക്സഭാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഇങ്ങനെ ചൂടുപിടിക്കുകയാണ്. CPM നേതൃയോഗം ഇന്ന് ചേരുന്നുണ്ട്. കെ ശൈലജയും മന്ത്രി കെ രാധാകൃഷ്ണനും മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകുമോ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഏറെ ക്ലൈമാക്സുകൾ നിറഞ്ഞൊരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കൂടിയൊക്കെയാണ് ഇപ്പോൾ CPM കടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഒക്കെ തന്നെ ചേർന്നിരുന്നു. ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ അടക്കമുള്ള നേതൃത്വത്തിൽ യോഗങ്ങൾ ചേർന്നൊരു സാഹചര്യമുണ്ട്. തലസ്ഥാനത്തെ ഉൾപ്പെടെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും സ്ഥാനാർത്ഥി നിർണയങ്ങൾ LDFിനുള്ളിൽ ഏകദേശ ധാരണയിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോൾ ചില ക്ലൈമാക്സുകൾ കൂടി ഇക്കാര്യത്തിൽ വരുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത് മന്ത്രി കെ രാധാകൃഷ്ണനും ഒപ്പം തന്നെ മുൻ മന്ത്രി കൂടിയായിരുന്നുള്ള കെ ശൈലജയും ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ് വരുന്നത്. ഇതിൽ ഇന്നത്തെ CPMന്റെ നേതൃയോഗമാണ് അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാവുക. ഒപ്പം തന്നെ 10 മണിക്ക് ചേർന്ന സെക്രട്ടേറിയറ്റിലും ഉച്ചയ്ക്ക് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റികൾ മുന്നോട്ട് വെക്കുന്ന പേരുകൾ, സ്ഥാനാർത്ഥി പട്ടിക പേരുകൾ ചർച്ച ചെയ്യും. അതിനുശേഷം ഒരു അന്തിമ പട്ടിക CPM രൂപീകരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ആലത്തൂർ ഒപ്പം തന്നെ സംവരണ മണ്ഡലത്തിലും ഇത്തവണ പട്ടികജാതി ദേവസ്വം വകുപ്പ് മന്ത്രിയെ നിർത്തിക്കൊണ്ട് ആ മണ്ഡലം പിടിക്കാമെന്നുള്ളൊരു ധാരണ അത് CPMനുള്ളിലുണ്ട്. സ്വാഭാവികമായും അത്തരത്തിലൊരു റിസർവേഷൻ മണ്ഡലം ആയതുകൊണ്ട് തന്നെ മന്ത്രി കെ രാധാകൃഷ്ണനെ തന്നെ അവിടേക്ക് പരിഗണിക്കാമെന്ന് CPM ഒടുവിൽ എത്തുകയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ ഈ ജില്ലാ തലത്തിലുള്ള പട്ടികകൾ നേതൃയോഗം ഏത് തരത്തിൽ പരിഗണിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുകൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. ഒപ്പം തന്നെ CPMന്റെ ഇരു ജില്ലാ കമ്മിറ്റികളും ആവശ്യപ്പെട്ടതും ഈ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ നിർത്തണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ AK ബാലന്റെ പേരാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സിൽ ആലത്തൂരിലേക്ക് പരിഗണിക്കുന്നത്. റിസർവേഷൻ മണ്ഡലമായതുകൊണ്ട് തന്നെ ഈ ഒരു തർക്കം കിടക്കുന്നത് കൊണ്ട് തന്നെ അന്തിമമായ ഒരു പ്രഖ്യാപനം ഇന്നത്തെ നേതൃയോഗത്തിന് ശേഷം മാത്രമായിരിക്കും അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ വടകരയിലാണ് കെ ശൈലജയെ മത്സരിപ്പിക്കാം എന്നൊരു ധാരണയിലേക്ക് ഇപ്പോൾ CPM എത്തുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ കോഴിക്കോട് മുൻ MLA A പ്രദീപ് കുമാറിന്റെ പേരിനാണ് ജില്ലാ പ്രതിനിധികൾ അല്ലെങ്കിൽ ജില്ലയിലെ നേതൃത്വം അന്തിമമായി പിന്താങ്ങുന്നത്. സംസ്ഥാന നേതൃത്വമാണ് കെ ശൈലജയുടെ പേര് പിന്തുണയ്ക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ചാലക്കുടിയിൽ മുൻ മന്ത്രി C രവീന്ദ്രനാഥിന്റെ പേര് ഉയർന്നെങ്കിലും അതിൽ താല്പര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പേര് പരിഗണനാ പട്ടികയിൽ ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. എന്നാലും പാലക്കാട് A വിജയരാഘവനെ കൂടാതെ M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നുള്ള നിർദ്ദേശവും ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതൊക്കെ അന്തിമമായി ചർച്ച ചെയ്യാൻ പോകുന്ന യോഗമായി ഇന്നത്തെ നേതൃയോഗം മാറുമെന്നുള്ളതിൽ സംശയമില്ല. അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായി 20 ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി CPM പ്രഖ്യാപിക്കാൻ പോകും. എന്തായാലും വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ, വിമർശനങ്ങൾ, വിഭാഗീയത, ചർച്ചകൾ, തമ്മിൽ ഇതൊക്കെ കഴിഞ്ഞ് ഏകദേശ ധാരണയിലേക്ക് CPM എത്തുകയാണ്. സമാനമായി തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം അടുത്തിരിക്കെ മറ്റു മുന്നണികളും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കും ഒപ്പം തന്നെ നിർണയത്തിലെ അവസാന ഘട്ടത്തിലേക്കും അല്ലെങ്കിൽ അവസാന സ്ഥാനാർത്ഥി നിർണയ ലാപ്പിലേക്കും കടന്നിട്ടുണ്ട്. രോഹിണി.